ഒറ്റപ്പെടൽ അനുഭവിച്ചിട്ടുണ്ടോ നിങ്ങൾ? പ്രേമം പൊട്ടുമ്പോഴുള്ള ഒറ്റപ്പെടലല്ല, കൂടെ ആരുമില്ലാതെ നീ ഓക്കെ ആണോ എന്ന് ചോദിക്കാൻ പോലും ആരുമില്ലാത്ത അവസ്ഥ ഉണ്ടായിട്ടുണ്ടോ നിങ്ങൾക്ക്? തൃശ്ശൂർ പെരിങ്ങോട്ടുകര എന്നൊരു സ്ഥലമുണ്ട്. അവിടെ ആഷിഖ് രഘു എന്ന ഒരു ചെറുപ്പക്കാരൻ 2023 ഫെബ്രുവരി 28 കുന്നോളം സ്വപ്നങ്ങളുമായി വീട്ടുകാരെയും നാട്ടുകാരെയും കൂട്ടുകാരെയും ജനിച്ച നാടിനെയും കളിച്ചു വളർന്ന വീടും വിട്ട് കുറച്ച് ആഗ്രഹങ്ങളും കുറെ സ്വപ്നങ്ങളുമായി കടല് കടന്ന് പുതിയൊരു നാട്ടിലേക്ക് യാത്ര തിരിക്കുകയാണ്. പുതിയ നാടും പുതിയ ആളുകളും പുതിയ ഭാഷയും. പല ജോലികൾ മാറി മാറി ചെയ്തു. അവസാനം ഡെലിവറി ബോയ് ആയി ജോലി ചെയ്യുകയായിരുന്നു. അവന്റെ കൊച്ചു കൊച്ചു സന്തോഷങ്ങളും സങ്കടങ്ങളും ഫോണിലൂടെ അവൻ വീട്ടിൽ അറിയിച്ചു കൊണ്ടിരുന്നു. എന്നാൽ 2024 മാർച്ച് 31 ഈസ്റ്റർ ദിനത്തിൽ അവൻ എന്തോ സംഭവിച്ചു. അവന്റെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും നശിപ്പിച്ചു. ആര്? മകന്റെ ജീവനെടുത്ത കൈകൾ ആരുടേതാണെന്നറിയാൻ അഭിലാഷ് എന്ന അച്ഛൻ നീതിക്ക് വേണ്ടി പോരിനിറങ്ങി. ഇന്ന് മാസം 6 കഴിയുന്നു. അന്ന് ഈസ്റ്റർ പാർട്ടിയിൽ എന്താണ് സംഭവിച്ചത്? ആഷിഖിന്റെ മരണത്തിന് അന്ന് കൂടെ ഉണ്ടായിരുന്നവർക്ക് പങ്കുണ്ടോ? എന്തുകൊണ്ടാണ് ആഷിഖിന്റെ ബോഡി പോളണ്ടിൽ വെച്ച് പോസ്റ്റ്മോർട്ടം ചെയ്യാതിരുന്നത്? അവന്റെ കൂടെ ഉണ്ടായിരുന്നവർ എന്തിനാണ് കള്ളം പറയുന്നത്? നാട്ടിലെത്തി പോസ്റ്റ്മോർട്ടം കഴിഞ്ഞു വന്ന റിപ്പോർട്ടിൽ മരണകാരണം തലയ്ക്ക് പിന്നിലെ ശക്തമായ അടി, കൂടാതെ ശരീരത്തിൽ നിരവധി മുറിവുകളും. എന്താണ് സത്യം? കുറച്ചു മാസം മുമ്പ് വരെയും എല്ലാവരും ആഷിഖിന് വേണ്ടി സംസാരിച്ചിരുന്നു. കുറച്ചാളുകളൊക്കെ അവനെതിരെ കുറ്റങ്ങൾ പറഞ്ഞിരുന്നു. ആരൊക്കെ കുറ്റങ്ങൾ പറഞ്ഞുകൊണ്ട് നെഗറ്റീവ് കമന്റ്സ് ഇട്ടാലും അച്ഛ, തളരാതെ തകരാതെ മടുക്കാതെ ഞങ്ങളുണ്ടാകും കൂടെ. ജീവിക്കാനായി കടല് കടക്കുന്നവരാണ്. ഉള്ളിൽ കരഞ്ഞുകൊണ്ട് പുറമെ ചിരിക്കുന്നവരാണ്. കൈവിടരുത്, ചേർത്ത് പിടിക്കണം, മറന്നു കളയരുത്. ജസ്റ്റിസ് ഫോർ ആഷിഖ്.